ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിൽ കുറച്ച് പ്രോബ്ലംസ് ആണ്. അതിനകത്ത് വരുന്നത് ജനറൽ സൊല്യൂഷൻ കാണാൻ, അതുപോലെ തന്നെ കുറച്ച് സ്കെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് എന്താണ് തുടങ്ങാം. ഇതിനകത്ത് 3 കേസാണ് വരുന്നത്. കോംപ്ലക്സ് റൂട്ട് വരുന്നത്, കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് വരുന്നത്, പിന്നെ ഡബിൾ റൂട്ട് വരുന്നത്, 2 റിയൽ റൂട്ട്സ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് മൈനസ് 3y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. എം സ്ക്വയർ പ്ലസ് 2m മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇതിൻ്റെ റൂട്ട് കാണാം. നമുക്ക് വേണമെങ്കിൽ -b പ്ലസ് മൈനസ് യൂസ് ചെയ്തിട്ട് കാണാതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ കോഎഫിഷ്യൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എമ്മിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അതുപോലെ തന്നെ അടുത്തത് എം സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, അതായത് എ എന്ന് പറയുന്നത് 1 ആണ്. അടുത്തത് ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് -3 ആണ്. സോ ഇപ്പോൾ ഇതിലെ റൂട്ട്സ് വരുന്നത് നമുക്ക് m1 m2 m1 = 1 എന്നും m2 = നമുക്ക് എന്താണ് -3 എന്നും കിട്ടും കേട്ടോ. സോ ഇപ്പോൾ നമുക്ക് 2 റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ y1 = അതായത് അതിനകത്ത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും, e⁻m1x ആയിരിക്കും. ഇത് e⁻x. അടുത്തത് y2 = അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. 2 സൊല്യൂഷൻസ് വരും. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും, ഈ ഒരു റൂട്ടായിരിക്കും, e⁻mx ആയിരിക്കും. ദെൻ അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് e⁻m2x ആണ്. അപ്പോൾ y2 = e⁻−3x. 2 സൊല്യൂഷൻസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ജനറൽ സൊല്യൂഷനാണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, y = y1c1 പ്ലസ് y2c2 ആയിരിക്കും, c1 × e⁻x പ്ലസ് c2 × e⁻−3x. ഇതാണ് ആൻസർ വരുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y = 0. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, എയുടെ വാല്യൂ 1 ആണ് വന്നിട്ടുള്ളത്, ബിയുടെ വാല്യൂ 3 ആണ്, സിയുടെ വാല്യൂ 2 ആണ്. സോ നമുക്ക് റൂട്ട്സ് വരുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത് m സ്ക്വയർ പ്ലസ് 3m പ്ലസ് 2 = 0 എന്നാണ്. സോ നമ്മുടെ റൂട്ട്സ് m1 = -1 എന്നും m2 = -2 എന്നുമാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷൻ y1 = e⁻m1x, ദെൻ സെക്കൻഡ് സൊല്യൂഷൻ y = e⁻m2x e⁻−x ഉം y2 = e⁻−2x എന്നും കിട്ടി. സോ ഇപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത് y = c1 y1 പ്ലസ് y2 × c2 ആണ്, നമുക്ക് c1 e⁻−x പ്ലസ് c2 e⁻−2x. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മെയിൻലി ഇതാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ഡിഗ്രി സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലൊക്കെ ചോദിക്കുള്ളൂ. അപൂർവമായിട്ട് ഒരു 3rd ഡിഗ്രി അല്ലെങ്കിൽ 4th ഡിഗ്രി ഒക്കെ ചോദിക്കും. 3rd ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 6y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് y = 0. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ വരുന്നത് 6 × m സ്ക്വയർ മൈനസ് m മൈനസ് 1 = 0. സോ ഇപ്പോൾ ഇവിടെ നമ്മുടെ എന്ന് പറയുന്നത് 6 ആണ്, ബി എന്ന് പറയുന്നത് -1, സി എന്ന് പറയുന്നത് -1 ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ് 6 -1 നമ്മുടെ റൂട്ട് m1 = 1/2 ആൻഡ് m2 = -1/3 ആണ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ y1 = e⁻m1x = e⁻x/2 എന്ന് വരും. അടുത്തത് y2 സെക്കൻഡ് സൊല്യൂഷൻ y2 = e⁻m2x ആണ്, e⁻x/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ജനറൽ സൊല്യൂഷൻ y = c1 y1 പ്ലസ് c2 y2 c1 e⁻x/2 പ്ലസ് c2 e⁻−x/3. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇക്വേഷൻ വരുന്നത് 2y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് y = 0. സോ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ വരുന്നത് 2m സ്ക്വയർ മൈനസ് 3m പ്ലസ് 1 = 0. സോ നമുക്ക് m1 എത്ര വരും, a എന്ന് പറയുന്നത് 2 ആണ്, b എന്ന് പറയുന്നത് -3, ദെൻ സി എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് m1 = 1, m2 = 1, 2. സോ y1 = e⁻m1x, y2 = e⁻m2x. സോ y1 എന്ന് പറയുമ്പോൾ e⁻x എന്ന് വരും, y2 എന്ന് പറയുമ്പോൾ e⁻−x/2 എന്ന് വരും. ദെൻ ജനറൽ സൊല്യൂഷൻ = c1 y1 പ്ലസ് c2 y2 c1 e⁻x പ്ലസ് c2 e⁻−x/2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് = 0. സോ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ വരുന്നത് m സ്ക്വയർ പ്ലസ് 5m = 0 എന്നാണ് വരുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ a എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്, b എന്ന് പറയുന്നത് 5 ആണ്, സി എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ഈ കേസിൽ -5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. m2 = 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് y1 = e⁻m1x, ദെൻ y2 = e⁻m2x. y1 = നമുക്ക് എന്ത് കിട്ടും, e⁻−5x വരും, y2 = e⁻0 എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. സോ നമുക്ക് y = c1 y1 പ്ലസ് c2 y2, ദെൻ എന്ത് വരും, നമുക്ക്
C1 e raised to minus 5x plus C2 എന്ന് വരും. ഇതാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ, ഈ ഒരു ക്വസ്റ്റൻ ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റൻ 4 into y double dash minus 9y is equal to 0. ഈ ഒരു കേസിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 4m square minus 9 is equal to 0 എന്നാണ്. നമുക്ക് ഇതിൻ്റെ റൂട്ട് വരുമ്പോൾ 4 ആണ് എന്ന് പറയുന്നത്, ബി നമുക്കില്ല 0 ആണ്, സി എന്ന് പറയുന്നത് -9 ആണ്. സോ നമുക്ക് ഇവിടെ 3/2 -3/2 ആണ് പറയുന്നത്. സോ നമുക്ക് y1 e raised to 3/2 x എന്ന് എഴുതാം, y2 e raised to minus 3/2 x എന്ന് എഴുതാം. ദെൻ നമ്മുടെ ജനറൽ സൊല്യൂഷൻ y c1 y1 പ്ലസ് c2 y2 എന്ത് വരും c1 e raised to 3/2 x പ്ലസ് c2 e raised to minus 3/2 x എന്ന് വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് y ഡബിൾ ഡാഷ് മൈനസ് 9y ഡാഷ് പ്ലസ് 9y ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ നോക്കുമ്പോൾ ഓക്സിലറി ഇക്വേഷൻ m സ്ക്വയർ മൈനസ് 9m പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -9 ആണ്, സി എന്ന് പറയുന്നത് 9 ആണ്. സോ നമ്മുടെ m1 എന്ന് പറയുന്ന റൂട്ട് 9 പ്ലസ് 3 √ 5/2 എന്നും m2 ഈസ് ഈക്വൽ ടു അടുത്ത റൂട്ട് 9 മൈനസ് 3 √ 5 ഡിവൈഡ് ബൈ 2 എന്നാണ് വരുന്നത്. സോ നമ്മുടെ y1 ഈസ് ഈക്വൽ ടു e raised to m1x ഈസ് ഈക്വൽ ടു e raised to 9 പ്ലസ് 3 √ 5/2 x. Then y2 is equal to e raised to m2x ആണ് equal to e raised to 9 minus 3 √ 5 all divided by 2 into x എന്ന് വരും. then ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ y is equal to c1 y1 plus c2 y2 ആകുമ്പോൾ y is equal to c1 into e raised to 9 plus 3 √ 5/2 x plus c2 e raised to 9 minus 3 √ 5/2 into x. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു സെറ്റിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 0. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ വരുന്നത് m സ്ക്വയർ മൈനസ് 2m മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. സോ ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് -2, സി എന്ന് പറയുന്നത് -2 ആണ്. സോ നമുക്ക് m1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് √3 ആൻഡ് m2 ഈസ് ഈക്വൽ ടു 1 മൈനസ് √3 ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ y1 ഈക്വൽ ടു e raised to m1x ഈസ് ഈക്വൽ ടു e raised to 1 പ്ലസ് √3 x വരും. ദെൻ y2 ഈസ് ഈക്വൽ ടു e raised to m2x എന്ന് വരും. y2 ഈക്വൽ ടു നമുക്ക് e raised to 1 മൈനസ് √3 x എന്ന് എഴുതാം. ദെൻ ജനറൽ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2. ദെൻ y ഈക്വൽ ടു c1 e raised to 1 പ്ലസ് √3 ഇൻറ്റു x പ്ലസ് c2 ഇൻറ്റു e raised to 1 മൈനസ് √3 x എന്ന് വരും. അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇൻ ഈച്ച് ഓഫ് ദി problems find the solution of the given IVP and sketch the graph of the solution and describe its behavior as t increases. അപ്പോൾ ഇത് തന്നിട്ടുള്ള ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് കാണണം. സോ ഇപ്പോൾ നമുക്ക് എന്താണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണം. അതുപോലെ അതിന് ആ ഒരു ഗ്രാഫിൻ്റെ ബിഹേവിയർ ആസ് ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിൻ്റെ ബിഹേവിയറും കൂടി നമുക്ക് കാണണം. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 0. ദെൻ നമുക്ക് y ഓഫ് 0 തന്നിട്ടുള്ളത് 1 എന്നാണ്, y ഡാഷ് ഓഫ് 0 തന്നിട്ടുള്ളത് 1 എന്നാണ്. സോ നമുക്ക് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ വരുന്നത് m സ്ക്വയർ പ്ലസ് m മൈനസ് 2 ഈക്വൽ ടു 0 എന്നാണ്. സോ നമുക്കതിൻ്റെ പെട്ടെന്ന് സൊല്യൂഷൻ കാണാം. നമ്മൾ ഓൾറെഡി സൊല്യൂഷൻസ് കണ്ടതാണ്. 1 മൈനസ് 2. സോ നമുക്കിവിടെ m1 ഈസ് ഈക്വൽ ടു 1 എന്നും m2 ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 എന്നാണ് വരുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതാം. y ഈസ് ഈക്വൽ ടു c1 e raised to x പ്ലസ് c2 e raised to minus 2x. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. ഇനി നമുക്ക് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഇനീഷ്യൽ വാല്യൂസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് y ഓഫ് 0 ഈസ് ഈക്വൽ ടു c1 e raised to 0 പ്ലസ് c2 e raised to minus 2 into 0 is equal to 1. So here c1 plus c2 is equal to 1 ആണ് ഇക്വേഷൻ 1. then y dash of 0 is equal to, അപ്പോൾ ഇത് ഈ ഒരു ജനറൽ സൊല്യൂഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണണം. സോ ഇവിടെ വരുമ്പോൾ c1 e raised to x എന്ന് വരും. then ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ -2 into c2 e raised to minus 2x എന്ന് വരും. സോ നമുക്ക് ഈ ഒരു c1 e raised to ഈ ഒരു ഇനീഷ്യൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to 0 minus 2 c2 e raised to 0 is equal to 1 എന്നാണ് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. മീൻസ് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടില്ല, ഇതിൽ നിന്ന് ഈ ക്യാൻസൽ ചെയ്യണം. സോ c1 minus 2 c2 equal to 1. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സോ നമുക്ക് രണ്ട് അൺനോൺസ് ഉണ്ട്, c1 c2, നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എന്ത് ചെയ്യണം, അത് സോൾവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അഗൈൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് വരുന്നത് എന്താണ്, 1. c1ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ. c2ൻ്റെ കോഎഫിഷ്യൻറ്റും ഫസ്റ്റ് ഇക്വേഷനിൽ 1 തന്നെയാണ്. അടുത്തത് 1 ആണ്. അടുത്തത് c1ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 തന്നെയാണ്. ദെൻ c2ൻ്റെ കോഎഫിഷ്യൻറ്റ് -2 ആണ്. സോ ഇവിടെ c1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ c2 ഈസ് ഈക്വൽ ടു നമുക്ക് 0 എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇനി നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ത് വരും, നമുക്ക് e raised to x എന്ന് വരും.
ഇനി നമുക്ക് എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ എന്ത് കാണണം, ബിഹേവിയർ കാണണം. നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാഫ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ വരും, 1 എന്ന് വരും. ഇപ്പോൾ ഇത് എക്സ്, ഇത് വൈ. ദെൻ അടുത്തത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.3 സംതിങ് വരും. നമുക്ക് അടുത്തൊരു 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര വലിയ വാല്യൂ ആണ് വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് ചെറിയ വാല്യൂസ് നോക്കാം. e റൈസ് ടു 7.3 ഒക്കെയാണ് 2ന് വരുന്നത്. നമുക്ക് e റൈസ് ടു 1 എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 1 ആണെങ്കിൽ 2.7 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ വൈ എന്തായും, വൈയും ഇൻക്രീസ് ചെയ്യും. നമുക്ക് പറയാം എക്സ് ടെൻസ് ടു വൈ ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് അടുത്തത് നോക്കാം. ഇതിനകത്ത് എന്താണ്, നമുക്ക് ഇനീഷ്യൽ തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യണം, ജനറൽ സൊല്യൂഷൻ കാണണം. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 അൺനോൺസ് ഉണ്ടാവും. സോ നമുക്ക് എന്താണ്, ആ 2 അൺനോൺസിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ C1 C2 കാണണം. അത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മുടെ ജനറൽ സൊല്യൂഷന്. പിന്നെ അത് വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കുക. ഇത്രയാണ് ഇതിനകത്ത് ഇപ്പോൾ IVPയിൽ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഗ്രാഫ് സ്കെച്ച് ചെയ്യാനൊന്നും ചോദിക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 3y ഇസ് ഇക്വൽ ടു 0. ദെൻ y ഓഫ് 0 ഇസ് ഇക്വൽ ടു 2. ദെൻ y ഡാഷ് ഓഫ് 0 ഇസ് ഇക്വൽ ടു -1. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് m² പ്ലസ് ദാണ് ഓക്സിലറി ഇക്വേഷൻ m² പ്ലസ് 4m പ്ലസ് 3 ഇസ് ഇക്വൽ ടു 0. സോ നമുക്ക് ഞാൻ ഡയറക്റ്റ് എഴുതണം, കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഇത് വരും e റൈസ് ടു മൈനസ് എക്സ് പ്ലസ് e റൈസ് ടു മൈനസ് 3x. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. സോ നമുക്ക് C1 C2 കൊടുക്കണം. ദെൻ ഈ അടുത്തത് നമുക്ക് എന്ത് കാണണം, y ഓഫ് 0 കാണണം. y ഓഫ് 0 എന്ന് പറയുമ്പോൾ C1 e റൈസ് ടു എന്താണ് 0 പ്ലസ് C2 e റൈസ് ടു 0 ഇസ് ഇക്വൽ ടു 2 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് C1 പ്ലസ് C2 ഇക്വൽ ടു 2. ദെൻ നമുക്ക് y ഡാഷ് എന്ന് പറയുമ്പോൾ വരും മൈനസ് C1 e റൈസ് ടു മൈനസ് എക്സ് പ്ലസ് മൈനസ് 3 e റൈസ് ടു മൈനസ് 3x ഇൻറ്റു C2 ഇസ് ഇക്വൽ ടു നമുക്ക് 2 എന്നാണ്, -1 തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ മൈനസ് വരുന്നത് ക്യാൻസൽ ചെയ്യുക. ഇതാണ് നമ്മുടെ 2 ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ C1 പ്ലസ് C2 ഇസ് ഇക്വൽ ടു 2. ദെൻ C1 പ്ലസ് 3C2 ഇക്വൽ ടു 1 എന്ന് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വരുന്നത് C1 ഇക്വൽ ടു 5/2 ആൻഡ് C2 ഇസ് ഇക്വൽ ടു -1/2 ആണ് വരുന്നത്. സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ y ഇസ് ഇക്വൽ ടു 5/2 e റൈസ് ടു മൈനസ് എക്സ് മൈനസ് 1/2 e റൈസ് ടു മൈനസ് 3x. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്, ജനറൽ സൊല്യൂഷൻ വരുന്നത്. ഇനീഷ്യൽ വാല്യൂ മീൻസ് ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് പോയിന്റ് കിട്ടുന്നത് 2 എന്നാണ്. ദെൻ ഒരു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0.33 എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. എന്താണ്, എസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി വൈ ടെൻസ് ടു 0 ഡിക്രീസിംഗ് ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 6y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് y ഇസ് ഇക്വൽ ടു 0. ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ 6m² മൈനസ് 5m പ്ലസ് 1 ഇസ് ഇക്വൽ ടു 0. റൂട്ട്സ് എന്താ നോക്കാം. m1 ഇക്വൽ ടു 1/2, അടുത്തത് 1/3 ആണ് വരുന്നത്. അപ്പോൾ m1 1/2 ആൻഡ് m2 ഇക്വൽ ടു 1/3 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ജനറൽ സൊല്യൂഷൻ C1 e റൈസ് ടു x/2 ദെൻ പ്ലസ് C2 e റൈസ് ടു x/3. നമുക്ക് ഇനീഷ്യൽ വാല്യൂ മീൻസ് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുള്ളത് എന്താ നോക്കാം. y ഓഫ് 0 ഇക്വൽ ടു 4 ആണ്. y ഡാഷ് ഓഫ് 0 ഇക്വൽ ടു 0 എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിനകത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. സോ y ഓഫ് 0 ഇക്വൽ ടു C1 പ്ലസ് C2 ഈസ് ഇക്വൽ ടു 4. ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് എന്താണ്, C1 പ്ലസ് C2 ഈസ് ഇക്വൽ ടു 4 എന്നാണ്. ഇതിനടുത്ത കണ്ടീഷൻ y ഡാഷ് നോക്കുമ്പോൾ y ഡാഷ് ഇക്വൽ ടു എന്തെന്ന് വരും, 1/2 C1 e റൈസ് ടു x/2 പ്ലസ് 1/3 C2 e റൈസ് ടു x/3 വരും. സോ ഇതിനകത്ത് y ഡാഷ് ഓഫ് 0 ഇക്വൽ ടു 1/2 C1 e റൈസ് ടു 0 പ്ലസ് 1/3 C2 e റൈസ് ടു 0 ഇസ് ഇക്വൽ ടു 0 എന്നാണ് തന്നിട്ടുള്ളത്. സോ 1/2 C1 പ്ലസ് 1/3 C2 എന്ന് കിട്ടുന്നത് ഇസ് ഇക്വൽ ടു 0. അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്താ നോക്കാം. ഇതാണ് നമ്മുടെ 2 ഇക്വേഷൻസ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് നോക്കാം. അതിനകത്ത് 1 1 4 then നമുക്ക് C1 വരുന്നത് -8 ആണ്. C2 എന്ന് പറയുന്നത് 12 ആണ് വരുന്നത്. C1 C2 കിട്ടി. സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു -8 e റൈസ് ടു x/2 പ്ലസ് 12 e റൈസ് ടു x/3. y ഓഫ് 0 നമുക്ക് ഒരു 4 തന്നിട്ടുണ്ട് ഓൾറെഡി. സോ നമ്മുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും. ദെൻ അടുത്ത പോയിന്റ് നോക്കാം, y ഓഫ് 1 നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ ആദ്യം ഇൻക്രീസ് ചെയ്യുക കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് വലിയ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ y ടെൻസ് ടു x ടെൻസ് ടു ഇൻഫിനിറ്റി y ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് വരുന്നത്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് ഇസ് ഇക്വൽ ടു 0. ഇനീഷ്യൽ കണ്ടീഷൻ y ഓഫ് 0 ഇസ് ഇക്വൽ ടു -2 ദെൻ y ഡാഷ് ഓഫ് 0 ഇസ് ഇക്വൽ ടു 3 എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ m² പ്ലസ് 3m ഇസ് ഇക്വൽ ടു 0 ആണ്. സോ ഇതിൻ്റെ റൂട്ട്സ് വരുമ്പോൾ 1 3
-3 ദെൻ 0 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? y is equal to c1 e raised to 0x plus c2 e raised to -3x എന്ന് വരും. നമുക്ക് എങ്ങനെ c1 പ്ലസ് c2 e raised to -3x എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. y of 0 equal to c1 plus c2 e raised to 0 equal to -2 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ c1 plus c2 equal to -2 ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ y dash equal to ഇത് വരും നമുക്ക് 0 plus -3 c2 e raised to -3x. So y dash of 0 equal to നമുക്ക് എന്ത് കിട്ടും? -3 c2 e raised to 0 equal to തന്നിട്ടുള്ളത് എത്രയാണ്? 3. നമുക്ക് 3 ആണ് തന്നിട്ടുള്ളത്. സോ -3 c2 equal to 3 ആണ്. c2 നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. സോ നമുക്ക് c1 plus c2 equal to -2 എന്ന് വരുന്നുണ്ട്. y of 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദെൻ y dash വരുമ്പോൾ -3 c2 equal to 3 ആണ് വരുന്നത്. സോ c2ൻ്റെ വാല്യൂ നമുക്ക് -1 കിട്ടും. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ c1 plus c2 equal to -2 ഈ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് c1 equal to -1 എന്ന് കിട്ടും. സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ y is equal to -1 മൈനസ് c2ൻ്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. സോ -e raised to -3x ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ y is equal to നമുക്ക് എങ്ങനെ എഴുതാം? -1 by e raised to 3x എന്ന് എഴുതാം. ഇപ്പോൾ ഈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു പാർട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് x ടെൻസ് ടു ഇൻഫിനിറ്റി y ടെൻസ് ടു -1 എന്നാണ് വരുന്നത്. സോ ഇനീഷ്യൽ വാല്യൂ തന്നെ നമുക്ക് മീൻസ് x equal to 0 ആണെങ്കിൽ -2 ആണ് എടുക്കുന്നത്. ഇതുപോലെ ആയിരിക്കും ഗ്രാഫ് വരുന്നത്. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 0. സോ ഓക്സിലറി ഇക്വേഷൻ m² പ്ലസ് 5m പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും 1 5 3. സോ ഇപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് വരുന്നത് m1 ഈക്വൽ ടു -5 പ്ലസ് √13 ഡിവൈഡ് ബൈ 2, m2 ഈസ് ഈക്വൽ ടു -5 മൈനസ് √13 ഡിവൈഡ് ബൈ 2. സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ y is equal to c1 e raised to -5 plus √13 by 2x plus c2 e raised to -5 minus √13 divided by 2x. സോ ഇനീഷ്യൽ കണ്ടീഷൻസ് നോക്കാം. നമുക്ക് y of 0 equal to 1 എന്ന് തന്നിട്ടുണ്ട്. y of 0 equal to 1. അടുത്തത് y dash of 0 equal to 0 എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് y of 0 തന്നിട്ടുള്ള കാരണം c1 plus c2 equal to 1 എന്ന് എഴുതാം. ദെൻ നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. മീൻസ് സോ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനകത്ത് റൂട്ട്സ് നമുക്ക് എത്രയാണ്? -5/2 √13/2 ഒക്കെയാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അതിൻ്റെ ഡെസിമൽ വാല്യൂസ് എടുക്കാം. സോ m1 ഈക്വൽ ടു നമ്മുടെ m2ൻ്റെ വാല്യൂ വരുന്നത് -4.3 ആണ്. ദെൻ m1 എന്ന് വരുന്നത് -0.697 ആണ് വരുന്നത്. സോ നമുക്ക് ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ ഇക്വേഷൻ എഴുതാം. y is equal to c1 e raised to 0.697 x plus c2 e raised to -4.3 x എന്ന് എഴുതാം. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ജനറൽ സൊല്യൂഷൻ വരുന്നത്. നമുക്ക് ആ ഒരു റൂട്ടിൻ്റെ വാല്യൂസ് ജസ്റ്റ് എന്താണ് ഡെസിമൽ വാല്യൂസ് എടുക്കുന്നുള്ളൂ. ദെൻ ഇനി ഫസ്റ്റ് കണ്ടീഷൻ ഇപ്പോൾ c1 ഇതിന് e raised to 0 പ്ലസ് c2 e raised to 0 ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുള്ള 1 ആണ്. അതായത് c1 പ്ലസ് c2 ഇസ് ഈക്വൽ ടു 1 ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ y ഡാഷ് കാണണം. y ഡാഷ് കാണുമ്പോൾ y ഡാഷ് ഇസ് ഈക്വൽ ടു -0.697 c1 e raised to -0.697 മൈനസ് 4.3 c2 e raised to -4.3 x എന്ന് വരും. അപ്പോൾ y dash of 0 തന്നിട്ടുള്ളത് 0 എന്ന് തന്നെയാണ്. സോ y dash of 0 ഈസ് ഈക്വൽ ടു -0.697 c1 മൈനസ് ഇതിന് 0 ഇവിടെ x ഉണ്ട്. സോ 0 കൊടുക്കുമ്പോൾ എന്തൊരു 1 ആവും. ദെൻ -4.3 c2 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്. അതായത് മൈനസ് ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ 0.697 c1 പ്ലസ് 4.3 c2 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ c1 പ്ലസ് c2 ഈക്വൽ ടു 1 എന്നാണ്. സോ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ എന്താ c1 c2 എന്താ കിട്ടുക നോക്കാം. അപ്പോൾ c1 ഈക്വൽ ടു 1.19 എന്ന് കിട്ടിയിട്ടുണ്ട്. c2ൻ്റെ വാല്യൂ c2 ഈക്വൽ ടു -0.19 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ വരുമ്പോൾ y ഈസ് ഈക്വൽ ടു 1.19 e raised to -0.697x മൈനസ് 0.19 e raised to -4.3 x എന്ന് വരും. നമ്മളൊരു എക്സിനൊരു 5 ഒക്കെ കൊടുക്കുമ്പോൾ 0.03 ഒക്കെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. y of 0 തന്നിട്ടുള്ള 1 ആണ്.
സോ എന്താണ് ഡിക്രീസിങ് ആണ് ഈ ഒരു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ദെൻ വൈ ടെൻസ് ടു 0. സോ നമുക്ക് അടുത്ത ക്വസ്റ്റൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റൻ വരുന്നത് 2y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 4y ഇസ് ഈക്വൽ ടു 0 എന്നാണ്. y ഓഫ് 0 ഇസ് ഈക്വൽ ടു 0, y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ 2m² പ്ലസ് m മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇപ്പോൾ അത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ m1 ഈക്വൽ ടു 1.18 ആണ് കിട്ടുന്നത്. ദെൻ m2 ഇസ് ഈക്വൽ ടു മൈനസ് 1.7 ആണ് കിട്ടുന്നത്. ദെൻ ജനറൽ സൊല്യൂഷൻ എഴുതാം. y ഈസ് ഈക്വൽ ടു c1 e റൈസ് ടു 1.18x പ്ലസ് c2 e റൈസ് ടു മൈനസ് 1.7x ആണ് ജനറൽ സൊല്യൂഷൻ. നമുക്ക് y ഓഫ് 0 തന്നിട്ടുണ്ട് ഈക്വൽ ടു 0 എന്ന്. സോ നമുക്ക് c1 പ്ലസ് c2 ഈക്വൽ ടു എന്താണ് നമുക്ക് 0 എന്ന് കിട്ടും. നമുക്ക് എങ്ങനെ എഴുതാം? c1 ഈക്വൽ ടു മൈനസ് c2 എന്ന് എഴുതാം. ദെൻ അടുത്തത് y ഡാഷ് നോക്കുമ്പോൾ y ഡാഷ് വരുമ്പോൾ എന്ത് വരും? 1.18 c1 e റൈസ് ടു 1.18x minus 1.7 e raised to minus 1.7x into c2. നമുക്ക് y dash of 0 equal to 1.18 c1 then e raised to 0 കൊടുക്കുമ്പോൾ 1 ആവും. മൈനസ് 1.7 c2 is equal to നമുക്ക് എന്താണ് 1 എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇനി എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്. സോൾവ് ചെയ്ത് നോക്കാം. c1 ഈക്വൽ ടു 0.347 ആണ് വരുന്നത്. c2 ഈക്വൽ ടു 0.347 മൈനസ് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. സെയിം വാല്യൂസ് ആണ്. c1 ഈക്വൽ ടു മൈനസ് c2 ആണ്. സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 0.347 e റൈസ് ടു 1.18x മൈനസ് 0.347 e റൈസ് ടു മൈനസ് 1.7x. അപ്പോൾ നമുക്ക് ഈ കോമൺ വാല്യൂ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കാം. 347 e റൈസ് ടു 1.18x മൈനസ് e റൈസ് ടു 1.7x എന്ന് എഴുതാം. നമുക്ക് ഒരു ഗ്രാഫ് വരുമ്പോൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 1ന് 1 പോയിന്റ് സംതിങ് കിട്ടും. ഇപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരു 3.6 ഒക്കെയാണ് വരുന്നത്. സോ എന്താണ് നമുക്ക് പറയാം? y ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് x ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.